കല്ലോ മരമോ ലോഹോ ഒന്നും അല്ല എന്റെ ഉള്ളില്. പച്ച ജീവനിൽ ഹൃദയം അറുത്തെടുക്കുന്ന വേദനയിലും ഞാൻ മാത്രം കരയാൻ പാടില്ല. ഞാൻ മാത്രം ഒരിത്തിരി ആശ്വാസം തേടാൻ പാടില്ല, അല്ലേ? സ്വിച്ചിട്ട തിരിയുന്ന വെറൊരു യന്ത്രമൊന്നും അല്ല ഞാൻ. ഒരു മനുഷ്യനാ. മോഹിച്ചതൊന്നും നേടാൻ കഴിയാതെ പോയ വെറൊരു മനുഷ്യൻ. കിട്ടിയതെല്ലാം വലുതാ. ഹരിയേട്ടൻ, മാനസ, സ്നേഹിച്ചിട്ടേ ഉള്ളൂ, ഇല്ലാന്നല്ല. പക്ഷെ മതി. ഹരിയേട്ടനും മാനസേ ഇന്നും അവരെ എനിക്ക് വലുത്. അവരെ വേദനിപ്പിച്ചുകൊണ്ട് ഒന്നും ആരെ എനിക്ക് കാണണ്ട. കണ്ടില്ല എന്നെ, സംസാരിച്ചില്ല എന്നോട്. അതിനല്ലേ വന്നത്. ഇനി ഒരിക്കലും വരരുത്. ഒഴിവാക്കുകയല്ലേ? നെയ്യും പഠിച്ചു മൈനെ. ഉള്ളിൽ കരയുമ്പോഴും അതാരും കാണാതെ മറച്ചു പിടിക്കാൻ. നന്നായി. ഇനി വരാതിരിക്കാൻ ശ്രമിക്കാമെന്ന് ഞാൻ പറയൂ. കാരണം ഇതെന്റെ മനസ്സ് പോലും എനിക്ക് അന്യമാണ്. ഒന്നറിയാം, നിന്റെ വയറ്റി വളരുന്ന എന്റെ കുഞ്ഞു വിളിച്ച എനിക്ക് വരാതിരിക്കാനാവില്ല. ഒരു ശക്തിക്കും ഒരാജ്ഞയ്ക്കും എന്നെ തടയാനാവില്ല മൈനെ. നിനക്ക് പോലും. എക്സ്ക്യൂസ് മീ, ഡി ബ്ലോക്ക് എവിടെയാ? അവിടെയാ. അവിടെ മാനസയുടെ റൂം. സിന്ധു, നീ ഇത് എവിടെയായിരുന്നു? എത്ര വട്ടം ഞാൻ ഫോൺ ചെയ്തു? ഞാൻ ബൈക്കിലായിരുന്നു, അറിഞ്ഞില്ല ഹരിയേട്ടാ. സോറി. അതിനെന്തിനാ സോറി പറയുന്നേ? നീ എവിടെ പോയതാ? ഇവിടെ ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞിട്ടല്ലേ ഓഫീസിലൊന്ന് പോയത്. അവിടെ എത്തും മുമ്പ് ഫോൺ വന്നു. മാനസെ ICUയിൽ നിന്ന് റൂമിലേക്ക് മാറ്റി. ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിച്ചു. ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല. അവൾക്ക് റെസ്റ്റ് വേണമെന്നാ പറഞ്ഞേ. പിന്നെ ഡിസ്ചാർജ് ആയി വീട്ടിൽ ചെന്ന ഇനി അവള് പറഞ്ഞൊന്നും പറഞ്ഞ് ബൈക്കിൽ കയറ്റി കറങ്ങാനൊന്നും പോകരുത്. നീ അഡ്വാൻസായി പറഞ്ഞേ ഉള്ളൂ. സിധു, നിനക്കെന്തൊരു വല്ലായ്മ? ആകെ ഡള്ളായ പോലെ. മാനസെ റൂമിലേക്ക് മാറ്റിയെന്ന് അറിഞ്ഞിട്ടും ഒരു സന്തോഷമില്ല. എന്താടാ? ഒന്നുമില്ല ഹരിയേട്ടാ, ഏട്ടന് തോന്നുന്നതാ. തോന്നലൊന്നുമില്ല. നിനക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോടാ? ഇല്ലെന്നേ, അത് ബൈക്ക് ഓടിച്ചു വന്നതിന്റെ ആവും. ഏയ്, ശരീരത്തിനല്ല, നിന്റെ മനസ്സിനാ. എന്തായാലും നീ തുറന്നു പറയേ. നിൽപ്പും ഭാവമൊക്കെ കാണുമ്പോ എന്തോ ഒളിപ്പിച്ചു വെക്കുന്ന പോലെ. നീ പറയേ. ഇന്നെനിക്ക് സന്തോഷമുള്ള ദിവസാ. നമ്മുടെ മാനസ വേറെ ഒരു കുഴപ്പമില്ലാതെ ICUയിൽ നിന്ന് ഇറങ്ങിയല്ലോ. എന്ത് ചെയ്യണം ഞാൻ നിന്നെ ഒന്ന് സന്തോഷിപ്പിച്ചെടുക്കാൻ? പറഞ്ഞോടാ. ഹരിയേട്ടൻ പറഞ്ഞാൽ ചിരിക്കാൻ ഞാൻ. പക്ഷേ അത് വെറും അഭിനയമായി പോവും. അത് വേണോ? മനസ്സ് തുറന്ന് എനിക്ക് ചിരിക്കാനാവില്ല ഹരിയേട്ട. ഇന്ന് ഞാൻ ഒത്തിരി കൊതിച്ച, ഞാൻ ഒരിക്കലും കാണാത്ത എന്റെ കുഞ്ഞു മരിച്ചിട്ടിന്ന് 7ാം ദിവസം. ഹരിയേട്ടന് സന്തോഷിക്കാം, മാനസയോർത്ത് സമാധാനിക്കാം. പക്ഷേ ഞാൻ 7 ദിവസം മുമ്പ് കൊഴിഞ്ഞു പോയത് അത് എന്റെ മാത്രം നഷ്ട. മാനസ,
സിദ്ധു വന്നില്ലല്ലോ ഗൗരിയെടുത്തി. വരും. നീ ഒന്ന് സമാധാനായിട്ട് കിടക്ക്. എനിക്ക് ഫോണൊന്ന് അടുപ്പിച്ചു തരാവോ? ഞാൻ വിളിക്കാം സിദ്ധുവിനെ. ഞാൻ വിളിച്ച എടുക്കാതിരിക്കില്ല. സെൽഫോണൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞ് യൂസ് ചെയ്താൽ മതി. ഹരിയേട്ടൻ വന്നിട്ടുണ്ടോ? ഹരിയേട്ടൻ എവിടെ എടുത്തി? ഒന്ന് വരാൻ പറയോ? നീ ഒന്ന് സമാധാനായിട്ട് കിടക്ക് മനസ്സേ. എല്ലാവരും വരും നിന്റെ അടുത്ത്. പിന്നെന്താ? എന്താ മോളെ? മനസ്സേ, എടുത്തി, എനിക്ക് വയ്യ എടുത്തി. ആരുടെ മുഖത്ത് നോക്കാൻ എനിക്ക് വയ്യ. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. നമുക്കിവിടുന്ന് പോവാൻ ഗൗരി എടുത്തി. എനിക്കിവിടെ കിടക്കണ്ട. എന്താ മനസ്സേ ഇത്? നീ ഇങ്ങനെ ആയാലും എന്താ ചെയ്യാ? ഒക്കെ ശരിയാവും. നമ്മൾ സഹിച്ചല്ലേ പറ്റൂ. സഹിക്കാൻ കഴിയുന്നില്ല എടുത്തി. ഞാൻ എന്റെ കുഞ്ഞിനെ അത്രമാത്രം സ്നേഹിച്ചു പോയി. ആ മുഖം പോലും എന്നെ കാണിച്ചു തന്നില്ലല്ലോ ഈശ്വരന്മാര്. ഞാൻ എന്ത് പറഞ്ഞ മനസ്സെ നിന്നെ സമാധാനിപ്പിക്കേണ്ടത്? നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ. എത്രയൊക്കെ ദുരന്തങ്ങളും സങ്കടങ്ങളും നമ്മൾ കണ്ടു. ആ ദുരന്തങ്ങളിൽ പെട്ടവര് വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ വന്നത് നമ്മൾ കണ്ടറിഞ്ഞില്ലേ? നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വിശ്വസിക്ക്. മറ്റെല്ലാം മറന്നുകളാ. ഇങ്ങനെയൊക്കെയാ മനസ്സ് ജീവിതം. നീ ഇതെവിടെയായിരുന്നു സിദ്ധു? അത് ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു. എന്നിട്ട് കണ്ടോ? ആ, ICU റൂമിലേക്ക് ഇന്ന് മാറ്റുമെന്ന് ഇന്നലെ ഡോക്ടർ പറഞ്ഞതല്ലേ സിദ്ധുവിനോട്? എന്നിട്ട് സോറി. എവരെടുത്ത് വേണേ പോക്കോളൂ. ഇനി ഞാനുണ്ടല്ലോ ഇവിടെ. ഇനി ഫ്രണ്ട്സ് വിളിക്കോ? എടുത്തി പൊയ്ക്കോ. ഇനി സിദ്ധുവിനെ ഞാൻ ഇവിടുന്ന് വിട്ടിട്ട് വേണ്ടേ? സിദ്ധു, നിനക്ക് എവിടെയെങ്കിലും പോണോന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി. ഞാൻ വന്നോളാം. നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തിനാ കഴിയുന്നേ? പോകാനുള്ളത് പോട്ടെ. ഞാനില്ലേ നിനക്ക്? ഉണ്ടാവോ? ഉണ്ടാവും. മനസ്സേ, കരയല്ലേ? സിദ്ധു, നമ്മുടെ മോൾ അവിടെ ഉണ്ടോ? അവള് അവിടെ തന്നെ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയാ. നമ്മുടെ കുഞ്ഞു പോയെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല സിദ്ധു. എന്റെ ലോനപ്പേട്ടൻ ഇങ്ങനെ നോക്കുന്നേ? മാർക്കറ്റിൽ പോയിട്ട് ഇപ്പോഴാണ് വരുന്നേ. എത്ര നേരമായി? കുഞ്ഞെന്തിനാ കരഞ്ഞേ? അത് ഓരോന്ന് ഓർത്തപ്പോ. അങ്ങനെ ഓരോന്ന് ഓർമ്മപ്പെടുത്താൻ മാത്രം ആരാ ഇവിടെ വന്നിട്ട് പോയേ? ആരും വന്നില്ല. അങ്ങനെ എന്റെ കുഞ്ഞ് മായം കളിക്കല്ലേ കുഞ്ഞെ. ഞാനൊരു പോലീസുകാരനാണെന്നുള്ള കാര്യം പോട്ടെ, കുഞ്ഞിന്റെ അത്രയും പ്രായമില്ലെങ്കിലും ഒരു മോൾ എനിക്കും ഉണ്ട്. അവളങ്ങ് നാട്ടിലാണെങ്കിലും അവളുടെ കണ്ണെന്ന് നിറഞ്ഞാൽ അത് ഞാൻ ഇവിടെ ഇരുന്നറിയും. ഒരച്ഛനാ ഞാൻ.
ഇങ്ങനെയൊക്കെ ചോദിക്കാൻ മാത്രം എനിക്ക് അവകാശമുണ്ടോന്ന് അറിയില്ല. അതിനുള്ള കടമയുണ്ടെന്ന് എനിക്ക് തോന്നി. മുറ്റത്തൊരു ബൈക്ക് വന്നിട്ട് പോയതിന്റെ ലക്ഷണവും കുഞ്ഞിന്റെ ഈ നനഞ്ഞ കണ്ണുകൾ മാത്രം മതി കുഞ്ഞെന്നോട് കള്ളം പറയുകയാണെന്ന് മനസ്സിലാക്കാൻ. എന്തിനാ കുഞ്ഞ് എന്നോടിങ്ങനെ? ഒരു കുടുംബത്തിന് നാട്ടിൽ തനിച്ചാക്കിയിട്ടാ ഞാനിവിടെ വന്ന് കാവൽ കിടക്കുന്നത്. ഓരോന്നും പറഞ്ഞ് ഓരോരുത്തർ കളിയാക്കും. അപ്പം ഞാൻ പറയും എൻ്റെ മകളാ കുഞ്ഞെന്ന്. പിന്നെ ഹരിസാറ് എൻ്റെ മേലുദ്യോഗസ്ഥനായതുകൊണ്ട് മാത്രമല്ല, ഒരു നല്ല മനുഷ്യനാ സാറ്. അതുകൊണ്ടാ ഞാനിങ്ങനെ. ലോനപ്പെട്ട ആരാ എന്താന്നൊക്കെ ചോദിച്ചത് ഇഷ്ടമായില്ലെങ്കിൽ ക്ഷമിച്ചേക്ക്. എന്നെ ഒരു അന്യനായിട്ടാണ് കുഞ്ഞ് കാണുന്നതെന്ന് ഞാൻ കരുതിക്കൊള്ളാം. പക്ഷേ ഒരു SP ഓർഡർ മാത്രം അനുസരിക്കുന്ന ഒരു പോലീസുകാരനായിട്ട് മാത്രം എന്നെ കാണരുത്. അത് വലിയ സങ്കടം ഉണ്ടാക്കും കുഞ്ഞെ. അങ്ങനെയൊന്നും പറയില്ലേ ലോനപ്പെട്ട. ശരിയാണ്, ഞാൻ കള്ളം പറഞ്ഞതാ ലോനപ്പെട്ടനോട്. ഇവിടെ ഒരാൾ വന്നിരുന്നു. അത് സിദ്ധുവാ, സിദ്ധാർത്ഥൻ. മാനസ കുഞ്ഞിന്റെ മാനസയുടെ ഭർത്താവ്. അയാളെവിടെ കയറ്റരുതെന്നല്ലേ ഹരിസാറിന്റെ ഓർഡർ? അയാളെന്തിനാ വന്ന്? ഹരിസാർ അരുതെന്ന് പറഞ്ഞ ഒരാളെ എന്തിനാ കുഞ്ഞകത്ത് കയറ്റിയത്? വേണ്ടിയിരുന്നില്ല. ഇല്ല ലോനപ്പെട്ട, ആര് വിലക്കിയാലും അയാൾ വരും. അതെന്താ കുഞ്ഞ അങ്ങനെ? അത് ശരിയല്ലല്ലോ. കൂടുതലൊന്നും ചോദിക്കല്ലേ ലോനപ്പെട്ട. ഇനിയിപ്പോ ഇതൊന്നും ഹരിയേട്ടനോട് അറിയിക്കാൻ നിൽക്കണ്ട. എന്തിനാ വെറുതെ? എന്താ ലോനപ്പ? സാറെവിടെയാ? ലോനപ്പ കാര്യം പറയാ. സാറേ, അത് പിന്നെ നമ്മുടെ പയ്യൻ ഇവിടെ വന്നിരുന്നു. ഏത് പയ്യൻ? നമ്മുടെ മാനസ കുഞ്ഞിന്റെ ഹസ്ബൻഡ് സിദ്ധാർത്ഥൻ. ഞാനൊന്ന് പുറത്തു പോയി സാറേ. തിരികെ വന്നപ്പോ മുറ്റത്തൊരു ബൈക്ക് വന്നു പോയതിന്റെ ടയറിന്റെ പാട് കണ്ടു. അകത്ത് വന്നപ്പോ മൈനക്കുഞ്ഞ് നിന്ന് കരയുന്നു. കാര്യം ചോദിച്ചപ്പോ ആദ്യമൊന്നും പറഞ്ഞില്ല, പിന്നെയാ പറഞ്ഞേ. സിദ്ധാർത്ഥൻ എന്തിനാ വന്നെന്നാ പറഞ്ഞത്? ചോദിച്ചില്ലേ? ഒക്കെ ചോദിച്ചു, വിവരമൊന്നും പറഞ്ഞില്ല. പിന്നെ ഇതൊന്നും ഹരിസാറിനെ അറിയിക്കണ്ടെന്ന് മൈനക്കുഞ്ഞ് പറഞ്ഞു. സാറേ, കുഞ്ഞ് വിളിക്കുന്നു. ഞാൻ കട്ട് ചെയ്യാണ് സാർ, പിന്നെ വിളിക്കാം. എന്തേ പറഞ്ഞോ? സാറിന്റെ ഫോണിൽ വിളിച്ചിരുന്നു, കിട്ടിയില്ല. അതാ എന്നെ പറഞ്ഞു വിട്ടത്. കാര്യം പറയൂ. സർ, ആ രഘു അവൻ ജയിൽ ചാടി. സാറൊന്ന് സൂക്ഷിക്കണമെന്ന് പറയാൻ പറഞ്ഞു ജയിലിലെ ഓഫീസേഴ്സ്. സാറിനോട് അവനെന്തോ ശത്രുതയുണ്ടെന്ന് അവൻ അവിടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താമ്പോയ്ക്കോളൂ. ഹരിയേട്ടാ, ആരായി രഘു? അയാൾ എങ്ങനെയാ ഹരിയേട്ടന്റെ ശത്രു ആവുന്നത്? അത് രഘു അമ്മണിയമ്മയുടെ മകനാ. അയാളെങ്ങനെ? അതും ഞാൻ ചെയ്തൊരു തെറ്റ്. ചെയ്തു പോയ തെറ്റുകൾ ഇങ്ങനെയാ. ആക്രമിക്കാൻ വരുമ്പോ ഒരുമിച്ചാവും വരിക. എന്ത് തെറ്റാ ഹരിയേട്ടൻ അയാളോട് ചെയ്തേ? തെമ്മാടിയായി നടന്ന സ്വന്തം മകന് ജീവിക്കാനൊരു അവസരം ഒരു അമ്മ മുന്നിൽ വന്ന് എന്നോട് ചോദിച്ചു. സാഹചര്യങ്ങളോ എന്റെ പദവിയോ ഒന്നും ആലോചിക്കാതെ ഞാൻ അതിന് അനുവാദം കൊടുത്തു.
അതൊരു അമ്മയുടെ കണ്ണീരിന് മുന്നിൽ പതറിപ്പോയതാ ഞാൻ. പക്ഷേ നീ വാലോർക്ക്. SP ഹരിശങ്കറാണ്. അറിഞ്ഞു? രഘു, അതാണ് അവന്റെ പേര്. ഇല്ല, ഞാനും കാത്തിരിക്കാവനെ. ഗീതു, ഗീതു, എന്തോ നടി ഏതു നേരം ഈ കുന്തോ ചെവി വെച്ചോണ്ട്? ഇതൊന്നും അത്ര നല്ല ശീലമല്ല. നീ ഒരു ഗർഭിണിയാ, അത് മറന്നു പോകരുത്. ഒരിത്തിരി മ്യൂസിക് കേട്ടോന്ന് വെച്ചിട്ട് ഇപ്പൊ എന്താ? ഞാൻ കിച്ചണി വന്നാ കുറ്റം, ആരോടെങ്കിലും മിണ്ടിയാ കുറ്റം. എന്നാ വേണുവിന്റെ റൂമിലൊന്ന് കേറാന്ന് വെച്ചാ ഒന്ന് തിന്നാൻ വരുമല്ലേ ആ താടക. ഇവിടെ ഇരുന്ന് ഇച്ചിരി പാട്ട് കേട്ടതാണോ കുറ്റം? എന്നാ എല്ലാരും കൂടെ എന്നെ അങ്ങ് കൊല്ലും. തീർന്നു കിട്ടുമല്ലോ ഈ ശല്യം. എന്താ ആലോചിക്കുന്നേ? എന്നെ കൊല്ലാനുള്ള മാർഗം ആലോചിക്കുവാണോ? എന്താ പതിവില്ലാതെ ഇങ്ങനൊക്കെ? ഞാൻ അംബികയല്ല, ഗീതുവാ. എന്തേ എനിക്ക് നിന്റെ അടുത്ത് വന്നൂടെ? അല്ല, അങ്ങനെ പതിവില്ലല്ലോ. എന്നും എന്നോട് മാത്രമല്ല ദേഷ്യം വെറുപ്പൊക്കെ. ഞാൻ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത് എല്ലാരോടുള്ള ഇഷ്ടം കൊണ്ടാ. അല്ലാതെ ഇവിടെ ഉള്ളതൊന്നും എനിക്കാരും എഴുതി പതിപ്പിച്ച് തരുമെന്ന് കരുതിയിട്ടല്ല. പോവാണോ? എന്തായിരുന്നു ഈ വരവിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ട് പോ. കുറെ നേരമായി നിന്നെ താഴെ എങ്ങും കാണുന്നില്ല. അവിടെ ഒന്ന് വിളിച്ചിട്ട് നീ വിളി കേട്ടില്ല. അതുകൊണ്ട് തിരക്കി വന്നാണെന്ന് പറഞ്ഞാ നീ വിശ്വസിക്കത്തില്ല. പിന്നെ ഞാൻ എന്ത് പറയാനാ? ഓ, അന്വേഷിച്ചു വരാൻ തോന്നിയല്ലോ, താങ്ക്സ്. ഗീതു, നീ ഒരു മണ്ടി പെണ്ണ, വേറോ ഒരു മണ്ടി. അല്ലെങ്കിൽ നിന്റെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയും നീ കാണിക്കുന്ന പോലുള്ള വിവരക്കേട് കാണിക്കില്ല. എനിക്ക് നിന്നോട് മാത്രം അനിഷ്ടവും ദേഷ്യവും ഒക്കെ ഉണ്ടെന്ന് നീ കരുതുന്നു. അത് നിന്നോടുള്ള ദേഷ്യമല്ല കുട്ടി. നിന്നെ ഇങ്ങനെ വളർത്തി വഷളാക്കി സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ഒരു വേഷം കെട്ടിച്ചയച്ച നിന്റെ അമ്മയോടുള്ള ദേഷ്യ. എന്തിനാ മോളെ നീ നിന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചു കളയുന്നേ? ഗീതു, എത്രയും വേഗം നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോണം. നിന്നെ ഇങ്ങനെ നൂലിക്കെട്ടി തുള്ളിക്കുന്നവരുടെ കളിപ്പാവയായി ജീവിക്കാനാണ് ഭാവമെങ്കിൽ എന്നും നഷ്ടം നിനക്കായിരിക്കും. ഒരാളും അന്ന് നിന്നെ തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. ഉണ്ടാവും, ഞാനുണ്ടാവും. എന്റെ മോൻ വേണു ഉണ്ടാവുമെടി ഗീതു മോളെ നോക്കാൻ. ഭാര്യ എന്നുള്ള വേഷം കെട്ടിച്ച് നീ ഒരുത്തി ഇവിടെ കൊണ്ടുവന്ന് അരിയും പൂട്ട് വാഴിക്കുന്നില്ലേ? അവളായിരിക്കും ഇവിടുന്ന് ഇറങ്ങി പോവാ. നീ കണ്ടോ? ഇവിടെ ഉണ്ടുറങ്ങി സുഖിച്ചു കഴിഞ്ഞ് മടുക്കുമ്പോ കയ്യിൽ കിട്ടിയതും കൊണ്ട് അവളായിരിക്കും ഇറങ്ങുക. പെരുവഴിയിലേക്കല്ല, മറ്റൊരുത്തിന്റെ കസ്റ്റഡിയിലേക്ക്. ഭീഷണി അടവുകളും ഏൽക്കാതായപ്പോ അവൾ ഇറങ്ങിയിരിക്കുക, ഉപദേശവും സ്നേഹവും അഭിനയിച്ചോണ്ട്. നീ എത്രയൊക്കെ തലകുത്തി മറിഞ്ഞാലും ശരി, ഗീതുമോൾ ഇവിടെ ജീവിക്കും, എന്റെ വേണുവിന്റെ ഭാര്യയായിട്ട്. ഗീതു, വാ എന്റെ ഒപ്പം. ഇങ്ങോട്ട് വന്നേ. അതെന്തിനാ? വേദനിച്ചോ? സാരമില്ല കേട്ടോ, ചെറിയ വേദന ഉണ്ടാവും പറഞ്ഞിരുന്നു ആ വൈദ്യര്. വലിയ പേര് കേട്ട ആളാ മൂപ്പര്. അവിടെ ഒരാള് പറഞ്ഞത് കേട്ടില്ലേ? നട്ടെല്ല് തകർന്നു കിടന്ന ഒരാളെ അദ്ദേഹം എഴുന്നേൽപ്പിച്ച് നടത്തിയ കഥ. നോക്കിക്കോ, ഒരുപാട് കാത്തിരിക്കേണ്ടി വരില്ല വേണുവേട്ടാ. ഇപ്പൊ തന്നെ ഇത്രയും മാറ്റം വന്നില്ലേ? ഇനി ഈ വൈദ്യരുടെ ചികിത്സാ വിധി കൂടി കഴിഞ്ഞാ മിസ്റ്റർ വേണുഗോപൻ ഉഷാർ അല്ലേ? പുറത്ത് നല്ല നിലാവേട്ടാ.
ഇത് കഴിഞ്ഞ് ഒരു കുളിയും പാസാക്കി കഴിഞ്ഞാ നമുക്ക് നമ്മുടെ മുറ്റത്തിറങ്ങി നിലാവ് കണ്ടാലോ വേണുവേട്ടാ? ഈ മുറിയിൽ തന്നെ അടഞ്ഞു മൂടിയിരിക്കാതെ പുറത്തേക്കൊക്കെ വല്ലപ്പോഴും ഇറങ്ങാനാ വൈദ്യര് പറഞ്ഞത്. കയ്യെന്ന് വിടാൻ